അക്ബറിന്റെ വൃത്തികെട്ട പ്ലാനിനെ കുറിച്ച് ഷാനവാസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആദില. ഒണിയൽ ഇന്നലെ ജിസേലിനെയും ആര്യനെയും കുറിച്ച് സംസാരിച്ചത് അക്ബറിനെ ഒരു വലിയ വിഷയം തന്നെ ആക്കണം. അതിനായി ജിസേലിന്റെ അടുത്തും ഒണിയലിന്റെ അടുത്തും മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അക്ബർ. ഇത് കേട്ട ഷാനവാസ് പറഞ്ഞു, ശരിക്കും അവൻ ഒരു ശവന്തീനി തന്നെയാണ്. എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവൻ തന്നെയാണ്. ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് തന്നെയാണ് അക്ബർ എന്നാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഇഷ്യൂ ഇനി അക്ബർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ ജിസയിലും ആര്യനും എന്തായാലും പ്രതികരിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് അക്ബറിന്റെ സ്വഭാവം നന്നായി മനസ്സിലായി. ആര്യന് വളരെ വിഷമത്തിലാണ്. കാരണം അക്ബർ അവൻ്റെ നല്ലൊരു സുഹൃത്തല്ലേ. എന്നിട്ടാണ് അക്ബർ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പുറത്ത് ഒരു പെണ്ണിന്റെ ജീവിതമാണ് നിൽക്കുന്നത് എന്നുള്ളതൊന്നും അക്ബർ ചിന്തിക്കുന്നില്ല. അവൻക്ക് ആരുടേതെങ്കിലും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് തൂങ്ങാനാണ് അവൻ ശ്രമിക്കുന്നത്. ഞാൻ ഇത് എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞ കാര്യമല്ലേ എന്നാണ് ഷാനവാസ് ആദിലയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിസേലിന്റെയും ആര്യന്റെയും കാര്യം ഇനി വീട്ടിൽ ആരും സംസാരിക്കാൻ പോകുന്നില്ല. ഈവൻ ഒണിയലും ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അക്ബർ എങ്ങാനും ഇത് കുത്തിപ്പൊക്കി വരികയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്നാണ് ആദില ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് അപ്പോൾ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ് അവൻ, ഒട്ടും മനസാക്ഷിയില്ലാത്തവനാണ്. ഇതുകൊണ്ടാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് അവനൊട്ടും ശരിയല്ല എന്ന്. അന്നേരം എല്ലാവരും എന്നെയാണ് കുറ്റം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ സ്വഭാവം വെളിച്ചത്ത് വന്നില്ലേ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവനാണ് അക്ബർ എന്നാണ് ഷാനവാസ് പറയുന്നത്. ഇവരുടെ സംസാരത്തിനിടയിലേക്ക് നെവിൻ വന്നപ്പോൾ സംസാരം താൽക്കാലികമായി നിർത്തിവെച്ചു. ആദില ഷാനവാസിനോട് പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.